ഹസ്ബി അല്ലാഹ്, പടച്ചവനെ നീ മതി റബ്ബേ, നിന്റെ സഹായം മതി റബ്ബേ, എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ പടച്ചവനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹു വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പെണ്ണിരിക്കുന്നു, ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ. ഇത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ വയസ്സ് 18. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവർ ശരീരം മറച്ച് ഹിജാബിലിരിക്കുന്ന ആയിഷ ബീവിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി ഫസ്തർജഅ. ഒറ്റ വാക്ക് അസ്സലാമു അലൈക്കും എന്നല്ല പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ. അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബീവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. സഫ്വാൻ എന്നവർ ഒട്ടകം താഴ്ത്തിക്കൊടുത്തു. അവിടെ സലാം പറഞ്ഞിട്ടില്ല ആയിഷ ബീവിയോട്. അന്യ പെണ്ണല്ലേ, ആയിഷ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല, കഥ ചോദിച്ചിട്ടില്ല. പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട ചോദിച്ചിട്ടില്ല. സഫ്വാൻ എന്നവർ ആയിഷ ബീവിയോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ചോദിച്ചിട്ടില്ല ആയിഷ ബീവിയോട്. ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല സഫ്വാൻ നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന്. ഹദീസിൽ കാണാൻ പറ്റും ആയിഷ ബീവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സഫ്വാൻ എന്നവർക്ക്. അങ്ങനെ അറിഞ്ഞതാണ് ബീവിയെ കണ്ടപ്പോ. സംസാരിച്ചിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും? പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും? നിനക്ക് അല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ, വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ? ചെറുപ്പക്കാര, നിക്കാഹ് ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നുകൂടെ? വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലി. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ. വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ, തടി സൂക്ഷിക്കണമേ. എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാഭത്തിൽപ്പെട്ടതാണ്. നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? നിന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി, വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത്, ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ? ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ? മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന്റെ സുഹൃത്താരാൻ, മുഅ്മിനിന്റെ സുഹൃത്താരാൻ. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ, ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല. ഇതല്ല വേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ 50ഓളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി 350. ചെറുപ്പക്കാരോട്, കുട്ടികളോട് 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, പ്ലസ് 2 പോലുമല്ല, പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ. ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലും. എനിക്കൊരാളില്ല, എന്നൊരു പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓന് പിന്നെ ഞാൻ പാണെന്നെ അല്ലേ എന്ന് തോന്നിപ്പോവാ. പച്ചപ്പാവത്തിനെ എനിക്കും വേണ്ടേ ഒരു ലവർ, ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ? അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ? നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്, അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്. റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ? ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ?
വഖുലിഖൽ ഇൻസാനു ദഈഫാ. കണ്ണ് സൂക്ഷിക്കാൻ പറ്റാത്തവന് മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല. വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. മഹാനായ സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു അസ്ഹാബുകൾ. വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥം എന്നറിയോ? എന്താണ് അർത്ഥമെന്നറിയോ? യറൽ മർഅത, ഒരു പെണ്ണിനവൻ കാണുന്നുണ്ട്. ഫലാ യംലികു ഖൽബ, അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണുകളെ അഴിച്ചുവിടുകയാണ്, പിന്നെ ഖൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ഇൻസാനു ദഈഫാ. നമ്മളിങ്ങനെ ദുർബലരാവല്ലേ, നമ്മൾ ദുർബലരാവല്ലിൻ. പുരുഷന്മാർ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പെണ്ണെ, നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അല്ലാഹുവല്ലേ? നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അല്ലാഹുവല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അല്ലാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. നീ സല്ലപിക്കുന്നത്, സംസാരിക്കുന്നത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വൽയഖുൽന ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. യാ നിസാഅൻ നബി, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച്. ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? യാ നിസാഅൻ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ? നബി തങ്ങളുടെ നിസാഅൻ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി തങ്ങൾ വാപ്പയെ പോലെയാണ്. അനലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാണ് നബി തങ്ങൾ പറയുമായിരുന്നു. യാ നിസാഅൻ നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്ളഅന ബിൽ ഖൗലി, സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. എന്തിന്? ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ. അതുകൊണ്ട് പെണ്ണെ, വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത്. വീട്ടിലേക്ക് വന്നു, വാപ്പുണ്ടോ?
പിന്നെ വാപ്പ ഇന്നലെ പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മറുപടി പറയും. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം. എന്തിനാണെന്നറിയോ? ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും. നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ, ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നിത്തുടങ്ങും. നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ. നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. പെണ്ണെ, നീ നിന്റെ ശരീരം സൂക്ഷിക്കും. നിനക്ക് മാത്രമല്ല, ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിനെ അഴിച്ചുവിട്ടാൽ, അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊതിക്കെടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുകയെന്നറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണും അവരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദര, നിന്റെ ഫേസ്ബുക്കിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട. പെൺകുട്ടി, അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? തടുത്ത കുറ്റമല്ലേ? ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതൽ നീ പറയുന്നത് പോലും ഹറാമല്ലേ? നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ? നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ? അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ? വെറും വ്യഭിചാരം മാത്രം ഹറാം? കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് അതിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുളൈൽ, ഫുളൈൽ എന്നവരെ 60 വയസ്സായി എനിക്ക് വഹൽ മിൻ ഹീലത്തിൻ, ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000ഉം 2000ഉം പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000-ഓളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ, കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ്, ഡിജിറ്റൽ കിതാബുകളാണ്. ഇത് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. വിചാരണയില്ലേ? നാളെ ഹിസാബില്ലേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ? ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു ആണ് പടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ 60 വയസ്സ്. യാ അല്ലാഹ്, 60 വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം? 21,500 ദിവസം. അറബ് വർഷപ്രകാരം 60 വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് 21,500 ദിവസം. ഇബ്നു സ്വമ്മ എന്ന മഹാൻ 60 വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി, എത്ര ദിവസം ജീവിച്ചു? 21,500.
എന്നിട്ട് ചിന്തിക്കാൻ, പടച്ചവനെ, ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ദിവസത്തിലൊന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്. 21,500. എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ, എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ ആക്രമിക്കൂല. അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാര് പറയും, മാലിഹാദൽ കിതാബ്. ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വായിക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ, യാ അല്ലാഹ്, ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എൻ്റെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവനോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ 21,500